ധനനഷ്ടം, ഭാഗ്യനഷ്ടം എല്ലാനും കൊണ്ടും ഒരു അലമ്പ് മാസമായിരുന്നു എനിക്കിത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഓണാവണില്ല. കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തന്നെ പെട്ടെന്ന് ഓഫായി പോയി. പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല. ലോക്കലൊരു കടയിൽ കൊടുത്തതാണ്. അവിടെ കൊടുത്തിട്ടും ശരിയായില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ച് ശരിയാക്കണ്ട. അടുത്ത മാസം ആവട്ടെ, സാലറി കിട്ടിയിട്ടാവാം എന്ന് വിചാരിച്ചു. പക്ഷേ ആൻഡ്രോയിഡ് ഫോൺ അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഷോറൂമിൽ തന്നെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെയിൽവേയുടെ സർവീസ് സെൻ്ററിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ഇതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ വഴി എവിടെയെന്ന് അറിയില്ല. അതൊക്കെ ഗൂഗിൾ മാപ്പിലിട്ട് തപ്പിപ്പിടിച്ച് ഇതേ അങ്ങോട്ട് എത്തുകയാണ്. അങ്ങനെ ഞാൻ ഷോറൂമിൽ എത്തിയിട്ടാ അതേ ഫോൺ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ പിടിക്കുമെന്നാണ് പറഞ്ഞത്. ഇനി എത്ര നേരം പിടിക്കുമെന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ പഴയ ഒരു പോക്കോ ഫോണാണ് യൂസ് ചെയ്യണത്. അതിപ്പോൾ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ആപ്പൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വേറെ ആപ്പുകളാണെന്നുണ്ടെങ്കിലും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ കഥ പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പഴയൊരു കാലം. അതൊക്കെ പിന്നൊരു വീഡിയോയിൽ ഞാൻ പറയാം. അത് കഴിഞ്ഞതേ നമുക്ക് ഫോൺ കൈ കിട്ടിയിട്ടാ. ഫോണിൻ്റെ കഥ ഞാൻ പോണ വഴിക്ക് ഞാൻ പറഞ്ഞുതരാം എന്തായെന്നുള്ളത്. പിന്നെ ദേ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പിഴല ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ചെന്ന് കുറച്ച് നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ അടിച്ചു പോയി, മദർ ബോർഡ് അടിച്ചു പോയി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാം കൊണ്ടും നഷ്ടമാണെന്ന് എനിക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.